Porn is actually the best career for a mom. Well, for me, I think a lot of moms would be like, "What?" Really, for me, it was great. I would go to California, make my movies. I could do 2 at once. Sometimes I'd be gone maybe 4 to 10 days. When he was little, I would bring him and the babysitter, be at the hotel with me, so I wouldn't be away from him. And then as he got older, he needed more stability, so I would, go to California, make my movie. Make a lot of money. അശ്ലീല സിനിമ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണവും സൂക്ഷ്മവുമാണ്. താഴെ പറയുന്നത് വ്യക്തികളെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് കുട്ടികളുടെ മാനസിക സാമൂഹിക സംരക്ഷണവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കാനാണ്. ഈ മേഖലയിലെ കുട്ടികളെ വളർത്തുന്നതിലെ പ്രധാന പ്രശ്നങ്ങൾ: 1. സാമൂഹിക നിന്ദയും കളിയാക്കലും. കുട്ടികൾ സ്കൂളിലും സമൂഹത്തിലും പരിഹാസം, കളിയാക്കൽ, ഒറ്റപ്പെടുത്തൽ എന്നിവ നേരിടാൻ സാധ്യത കൂടുതലാണ്. നിന്റെ അച്ഛൻ അമ്മ ഇങ്ങനെയൊരു ജോലി ചെയ്യുന്നു എന്ന തരത്തിലുള്ള മാനസിക ആക്രമണം കുട്ടികളെ ആഴത്തിൽ ബാധിക്കും. ഇത് ആത്മവിശ്വാസക്കുറവ്, ഭയം, കോപം എന്നിവയ്ക്ക് കാരണമാകാം. 2. മാതാപിതാക്കളുടെ ജോലി കുട്ടിക്ക് എങ്ങനെ വിശദീകരിക്കണം. ചെറുപ്പത്തിൽ സത്യം മറയ്ക്കണോ, അസത്യം പറയണോ? പ്രായം കൂടുമ്പോൾ ഇന്റർനെറ്റിലൂടെ കുട്ടികൾ തന്നെ സത്യം കണ്ടെത്താനുള്ള സാധ്യത. തെറ്റായ സമയത്തോ രീതിയിലോ സത്യം അറിയുന്നത് കുട്ടിയുടെ മാനസിക സ്ഥിരയെ തകർക്കാം. 3. സ്വകാര്യത നഷ്ടപ്പെടൽ, ലോസ് ഓഫ് പ്രൈവസി. മാതാപിതാക്കളുടെ ചിത്രങ്ങൾ, വീഡിയോകൾ ഇന്റർനെറ്റിൽ സ്ഥിരമായി നിലനിൽക്കും. കുട്ടികൾക്ക് സുഹൃത്തുക്കൾ വഴി, സോഷ്യൽ മീഡിയ വഴി തെറ്റായ സാഹചര്യങ്ങളിൽ ഇത് കാണേണ്ടി വരാൻ സാധ്യത. ഇത് കുട്ടിയിൽ ലജ്ജ, ആശയക്കുഴപ്പം, ട്രോമ എന്നിവ ഉണ്ടാക്കാം. 4. മാനസിക സുരക്ഷ, എമോഷണൽ സേഫ്റ്റി. കുട്ടികൾക്ക് തോന്നാവുന്ന ചോദ്യങ്ങൾ: എന്റെ മാതാപിതാക്കൾ എന്നെക്കാൾ ജോലിയെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇത് തെറ്റായ കാര്യമാണോ? സ്ഥിരമായ സാമൂഹിക സമ്മർദ്ദം, ഡിപ്രഷൻ, ആങ്സൈറ്റി, ആങ്കർ ഇഷ്യൂസ് എന്നിവയ്ക്ക് വഴിവെക്കാം. 5. സാധാരണ കുടുംബജീവിതത്തിന്റെ അഭാവം. മാതാപിതാക്കൾ പൊതുവേദികളിൽ, സ്കൂൾ മീറ്റിംഗ്, പരിപാടികൾ പങ്കെടുക്കാൻ ഭയമോ ലജ്ജയോ തോന്നാം. കുട്ടികൾക്ക് എന്റെ കുടുംബം മറ്റുള്ളവരെപ്പോലെ അല്ല എന്ന ഒറ്റപ്പെടൽ ബോധമുണ്ടാകാം. 6. സുരക്ഷ ആശങ്കകൾ, ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ സേഫ്റ്റി. ചിലപ്പോൾ ഫാൻസ്, സ്റ്റോക്കേഴ്സ്, ഓൺലൈൻ ആക്രമണം. കുട്ടികളുടെ പേര്, സ്കൂൾ, താമസസ്ഥലം മറച്ചുവെക്കേണ്ട സാഹചര്യം. ഇത് കുട്ടികൾക്ക് സ്വതന്ത്രമായ ജീവിതം കുറക്കാം. 7. മൂല്യബോധവും ആശയക്കുഴപ്പവും. കുട്ടികൾക്ക് ലൈംഗികത, ബന്ധങ്ങൾ, ശരീരത്തിന്റെ അർത്ഥം എന്നിവയെക്കുറിച്ച് അകാലമായ ആശയക്കുഴപ്പമുണ്ടാകാം. ശരിയായ മാർഗനിർദ്ദേശമില്ലെങ്കിൽ ഇത് വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും. എന്നിരുന്നാലും ചില മാതാപിതാക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? വിജയകരമായി കുട്ടികളെ വളർത്തുന്ന ചില കുടുംബങ്ങൾ ചെയ്യുന്നത്: കുട്ടിയുടെ പ്രായത്തിന് അനുയോജ്യമായ സത്യസന്ധത. സ്കൂൾ തിരഞ്ഞെടുപ്പിൽ സുരക്ഷയും സ്വകാര്യതയും മുൻനിർത്തൽ. കുട്ടിക്ക് നിന്റെ മൂല്യം മാതാപിതാക്കളുടെ ജോലിയല്ല, നീ സുരക്ഷിതനും പ്രിയപ്പെട്ടവനുമാണ് എന്ന ബോധം നൽകൽ. ആവശ്യമുള്ളപ്പോൾ ചൈൽഡ് സൈക്കോളജിസ്റ്റ് കൗൺസിലർ സഹായം. വീട്ടിൽ സ്നേഹപൂർണമായ, സ്ഥിരയുള്ള, സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കൽ. ഒരു പ്രധാന സത്യം: കുട്ടികളുടെ മാനസികാരോഗ്യം മാതാപിതാക്കളുടെ തൊഴിലിനേക്കാൾ അവർക്കു നൽകുന്ന സ്നേഹവും സുരക്ഷയും തുറന്ന സംഭാഷണവുമാണ് കൂടുതലായി നിർണ്ണയിക്കുന്നത്.